റിനു, പത്രികാ സമർപ്പണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. നാളെ അവധിയാണ്, നാളെ പത്രികകൾ സ്വീകരിക്കില്ല. ഇനി തിങ്കളാഴ്ച രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് സമയപരിധിയുള്ളത്. ഇതിനിടയ്ക്കുള്ള ഈ 2 അവധി ദിവസങ്ങളും, അതായത് ഇന്നലെ ചെറിയ പെരുന്നാൾ പ്രമാണിച്ചുള്ള അവധി, നാളെ ഞായറാഴ്ച അവധി, ഈ അവധി ദിനങ്ങളിലും പത്രിക സ്വീകരിക്കാൻ അനുവദിക്കണം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അംഗീകരിച്ചില്ല. പത്രികാ സമർപ്പണത്തിനുള്ള അവസാനവട്ട നെട്ടോട്ടത്തിലായിരിക്കുമല്ലോ സ്ഥാനാർത്ഥികൾ. പറയൂ. തീർച്ചയായും ദിലീപ് കുമാർ, അതായത് നമുക്കറിയാം ഇക്കൊല്ലത്തെ അല്ലെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിരവധി പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ ഒരുപാട് അവധിയൊക്കെ തന്നെ വന്നു. നാളെ ഞായറാഴ്ചയാണ്, അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ച കൂടി മാത്രമാണ് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി ഉള്ളത്. ഇനി നിലവിൽ അതായത് 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ സമയമുണ്ട്. അത് കഴിഞ്ഞ് 24-ന് സൂക്ഷ്മ പരിശോധന, പട്ടിക പിൻവലിക്കുന്നതിന് വേണ്ടി 26 വരെ സമയവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പത്രികകൾ സമർപ്പിച്ചതോടുകൂടി ആദ്യഘട്ട പ്രചരണം അവസാനിച്ചു എന്നുള്ളതാണ് മുന്നണികളെല്ലാം തന്നെ അവകാശപ്പെടുന്നത്. നിലവിൽ പ്രമുഖരായിട്ടുള്ളവർ ഇനിയുമുണ്ട് പത്രിക സമർപ്പിക്കുവാൻ. അവർ തിങ്കളാഴ്ച സമർപ്പിക്കും എന്നുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് 15 മിനിറ്റ് മാത്രമാണ് പത്രിക സമർപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങൾക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ എങ്ങനെ പത്രിക സമർപ്പിക്കുമെന്നുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംസ്ഥാനത്ത് വിവിധ വരണാധികാരികളെ നിയമിച്ചുകൊണ്ട് അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വിവിധ ഘട്ടങ്ങളായി പത്രിക വിവിധ സമയങ്ങളിലായി അത് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് AK ശശീന്ദ്രനും PV അൻവറും പത്രിക ഇനി സമർപ്പിക്കാനുണ്ട്. അവർ തിങ്കളാഴ്ച സമർപ്പിക്കും. ഒപ്പം കണ്ണൂരിൽ TO മോഹനൻ, V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ എന്നിവരും പത്രിക സമർപ്പിക്കേണ്ടിയുണ്ട്. വയനാട് T സിദ്ദീഖ് പത്രിക സമർപ്പിച്ചിട്ടില്ല. കാസർഗോഡ് ഷാനവാസ് പദൂറും അതുപോലെ തന്നെ AKM അഷ്റഫ്, കല്ലട മാഹീൻ ഹാജി, സന്ദീപ് വാര്യറും പത്രിക സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ നിലവിൽ പത്രിക സമർപ്പിക്കാനുണ്ട്. വേങ്ങരയിൽ KM ഷാജിയും താനൂരിൽ PK നവാസും പത്രിക സമർപ്പിക്കാനുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് അബു ജോസഫും കോട്ടയത്ത് UDFന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പത്രിക സമർപ്പിക്കേണ്ടവരിൽ പ്രമുഖരാണ്. ഒപ്പം പാലായിൽ ജോസ് K മാണിയും പത്രിക സമർപ്പിച്ചിട്ടില്ല. തൃക്കാക്കരയിൽ ഉമാ തോമസും പത്രിക സമർപ്പിച്ചിട്ടില്ല. തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറെക്കുറെ മുന്നണിയിലെ എല്ലാവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ തീരുമാനിച്ചുള്ള അല്ലെങ്കിൽ പട്ടിക പുറത്തു വന്ന തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കരമന ജയനും അതുപോലെ തന്നെ കരമന സുധീർ അടക്കമുള്ള അവർ മാത്രമാണ് ഇനി പത്രിക സമർപ്പിക്കേണ്ടിയുള്ളത്. തിങ്കളാഴ്ച അവർ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ്. 11 മണി മുതൽ 3 മണി വരെ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 23-ന് അവസാനിക്കുന്ന പത്രിക. എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ ഈ പത്രികാ സമർപ്പണത്തിന് ഇനിയും ധാരാളം ആളുകൾ ബാക്കിയുണ്ട്. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ വലിയ തിരക്കായിരുന്നു. എല്ലായിടങ്ങളിലും തിരക്കിട്ട് സ്ഥാനാർത്ഥികൾ, അതായത് പ്രമുഖരായവരൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമർപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിലേക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട് കടന്നു കഴിഞ്ഞല്ലോ. അതിലിപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് റീനു? തിരുവനന്തപുരത്ത് ആവേശ പോരാട്ടം തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരത്താണ്. NDA പിടിച്ചെടുക്കും അല്ലെങ്കിൽ താമര വിരിയിക്കും എന്ന് പറയുന്ന ഒരു 6-7 മണ്ഡലങ്ങളുണ്ട് അവർ അവകാശപ്പെടുന്നത്. അതിൽ 3ഉം തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ആവേശത്തിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ചില മണ്ഡലങ്ങളും തിരുവനന്തപുരത്താണ് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. നമുക്കറിയാം കഴക്കൂട്ടവും അതുപോലെ തന്നെ നേമവും അടക്കം, കാട്ടാക്കട അടക്കം, തിരുവനന്തപുരം സെൻട്രൽ അടക്കം ഒട്ടേറെ പ്രത്യേകതകളുള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. പക്ഷേ UDF ഒടുവിൽ സ്ഥാനാർത്ഥി പട്ടിക അല്പമൊക്കെ തന്നെ വൈകിയെങ്കിലും അവർ ഇരച്ചു കയറുന്നുണ്ട്. ആവേശത്തോടു കൂടി തന്നെ ഇരച്ചു കയറുന്നുണ്ട്. LDFനൊപ്പം പിടിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ LDF ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തന്നെ പ്രഖ്യാപിച്ച് ആവേശത്തോടു കൂടി പ്രചാരണത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ പോലും UDFും ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലാണ് ഏറ്റവും ഒടുവിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കരമന ജയൻ. ഇന്നിപ്പോൾ വൈകുന്നേരം തിരുവനന്തപുരം പാളയത്ത് ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് എന്തായാലും കരമന ജയന്റെ റോഡ് ഷോ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കരമന സുധീർ കരമനയുടെയും റോഡ് ഷോ ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ദിശയിൽ നിന്നും സജീവം തന്നെയാണ്. പ്രാദേശിക മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം വാമനപുരം, ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ വർക്കല ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ജില്ലാ സെക്രട്ടറി ആയിരുന്ന V ജോയു ആണ് അവിടെ മത്സരിക്കുന്നത്. ഒപ്പം വാമനപുരത്ത് LDFന്റെ സ്ഥാനാർത്ഥി DK മുരളിയാണ്. 2 തവണ MLA ആയിരുന്നു. 3ാമത്തെ തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഒപ്പം കടകംപള്ളി സുരേന്ദ്രനും V മുരളീധരനും ഏറ്റുമുട്ടുന്നു കഴക്കൂട്ടത്ത്. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതയുള്ള മണ്ഡലം കൂടിയാണ്. നമുക്ക് നിയമത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തും മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തുണ്ട്. ശരി ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.